സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു വേദഭാഗം വായിക്കുന്നു. സദൃശവാക്യങ്ങൾ അഥവാ സുഭാഷിതങ്ങൾ, അധ്യായം 3, 1 മുതൽ 7 വരെ. മകനെ, എൻ്റെ ഉപദേശം മറക്കരുത്. നിൻ്റെ ഹൃദയം എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളട്ടെ. അവ ദീർഘായുസ്സും ജീവകാലവും സമാധാനവും നിനക്ക് വർദ്ധിപ്പിച്ചു തരും. ദയയും വിശ്വസ്തതയും നിന്നെ വിട്ടുപോകരുത്. അവയെ നിൻ്റെ കഴുത്തിൽ കെട്ടിക്കൊള്ളുക, നിൻ്റെ ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതിക്കൊള്ളുക. അങ്ങനെ നീ ദൈവത്തിനും മനുഷ്യർക്കും ബോധ്യമായ ലാവണ്യവും സൽബുദ്ധിയും പ്രാപിക്കും. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിൻ്റെ എല്ലാ വഴികളിലും ദൈവത്തെ നനച്ചുകൊള്ളുക. അവിടുന്ന് നിൻ്റെ പാതകളെ നേരെയാക്കും. നിനക്കു തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്. യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട സദൃശവാക്യങ്ങൾ അധ്യായം 3, 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങളിൽ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ രാജാവിൻ്റെ ഉപദേശമാണ് നാം കാണുക. ഈ ഉപദേശങ്ങളിൽ ജീവനുണ്ട്. ഈ ഉപദേശങ്ങളിൽ ദീർഘായുസ്സുണ്ട്. ഈ ഉപദേശങ്ങളിൽ ആത്മീയ മൂല്യങ്ങളുണ്ട്. ഇതിൽ നമുക്ക് ദൈവശബ്ദം കേൾക്കാം. എന്തുകൊണ്ടെന്നാൽ ദൈവമാണ് വിശേഷമായ ജ്ഞാനം നൽകി ശലോമോനിലൂടെ ഇത് സംസാരിക്കുന്നത്. നമ്മുടെ വ്യക്തിത്വം നിലനിർത്തുവാൻ ദൈവം നൽകിയ ദൈവമക്കളെന്നുള്ള ആത്മീയ വ്യക്തിത്വം നിലനിർത്തുവാൻ നമുക്ക് കഴിയണം. അതിന് ദൈവവുമായുള്ള ദൈനംദിന ആത്മീയമായ ബന്ധമാണ് അത്യന്താപേക്ഷിതമായിരിക്കുന്നത്. ദൈവവുമായിട്ടുള്ള ബന്ധം അനുദിനം പുതുക്കുക, ബലപ്പെടുത്തുക, ശക്തിപ്പെടുത്തുക, ദൈവത്തോട് ചേർന്ന് നടക്കുക. ഇത് വിശ്വാസത്താലാണ് സാധ്യമായി തീരുക. ഇത് പ്രാർത്ഥനയാലാണ് സാധ്യമായി തീരുക. ഇത് തിരുവചനം ശ്രവിക്കുവാനും അതിനനുസരിച്ച് ജീവിക്കുവാനും നമ്മെ സമർപ്പിക്കുന്നതിലൂടെയാണ് സാധ്യമായി തീരുക. ദൈവിക പദ്ധതികൾ, ദൈവിക ദൗത്യം തിരിച്ചറിയുക, അത് നടപ്പിലാക്കുവാനായി ദൈവത്തോട് പ്രാർത്ഥിക്കുക. സ്വന്തം കുറവുകൾ അഥവാ ലംഘനങ്ങൾ, പാപങ്ങൾ, അകൃത്യങ്ങൾ ഇവ കണ്ടെത്തുക. ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. നമ്മുടെ കുറവുകൾ കണ്ടെത്തുന്നത്, അതുപോലെ തന്നെ അതിന് പരിഹാര മാർഗങ്ങൾ അന്വേഷിക്കുന്നത് ചിലപ്പോഴെങ്കിലും ചിലർ ഒരു ലജ്ജയായി കണക്കാക്കുന്നുണ്ട്. അതൊരു കുറച്ചിലായി കണക്കാക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ കുറവുകളെ കണ്ടെത്തുന്നതും പരിഹാര മാർഗങ്ങൾ അന്വേഷിക്കുന്നതും ഒരിക്കലും ഒരു കുറച്ചിലായി, അതൊരു ചെറിയ കാര്യമായി നിസ്സാരവൽക്കരിക്കാതിരിക്കുക. ഓരോ പ്രാവശ്യവും നാം അനുദപിക്കുമ്പോൾ ദൈവം നമ്മെ ശുദ്ധീകരിക്കുവാനിടയാവും, ശക്തീകരിക്കുവാനിടയാവും, ബലപ്പെടുത്തുവാനിടയാവും. അപ്രകാരം കുറവുകളെ കണ്ടെത്തിയ വ്യക്തികളെല്ലാം ആത്മീയ ഗോളത്തിൽ മഹാന്മാരായി തീർന്നിട്ടുണ്ട്, വിശ്വാസവീരന്മാരായി തീർന്നിട്ടുണ്ട്. അതിലൊരാളാണ് രാജാവായ ദാവീദ്. താൻ ദൈവത്തിൽ നിന്നും അകന്നുപോയി, ദൈവസന്നിധിയിൽ വീണുപോയി എന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം മനുഷ്യരിൽ ആശ്രയിക്കാതെ ഓടിച്ചെന്ന് അഭയം പ്രാപിച്ചത് ദൈവത്തിൻ്റെ പാദപീഠത്തിലാണ്. 51-ാം സങ്കീർത്തനം അത് വെളിപ്പെടുത്തുന്നുണ്ട്. പൊട്ടിക്കരയുകയാണ്.
ഞാൻ പാപിയാണെന്ന് സമ്മതിക്കുകയാണ്. നിന്നോട് തന്നെയാണ് ഞാൻ പാപം ചെയ്തതെന്ന് ഏറ്റുപറയുകയാണ്. ആ പാപത്തിൽ താൻ തുടരുവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ദൈവത്തോട് മനസ്സ് തുറക്കുകയാണ്. തൻ്റെ കുറ്റങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ കരുണയും ദയയും പ്രാപിക്കുകയാണ്. അഥവാ അവൻ വീണെടുത്ത് നിന്ന് എഴുന്നേൽക്കുകയാണ്. അതുതന്നെയാണ് പിന്നത്തേതിൽ ഒരു ലോകരക്ഷകനെ നൽകുവാൻ അവനെ ആ തലമുറയിൽ, ആ വംശാവലിയിൽ മൂലക്കല്ലായി തിരഞ്ഞെടുക്കുവാനിടയായത്. നമ്മുടെ കുറവുകളെയും കണ്ടെത്താം, ഏറ്റുപറയാം, ഉപേക്ഷിക്കാം. ആമേൻ.